ബോസ്നിയയിലെ നിഗൂഢമായ ഭൂഗർഭ വിസ്മയം റാവ്ന ടണൽ. സരൈവോയിൽ നിന്ന് 37 കിലോമീറ്റർ അകലെയുള്ള ഈ ടണലിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഈ ലെഫ്റ്റിലായി കാണുന്ന മലകളുടെ ഇടയിൽ ഒരു പിരമിഡ് പോലത്തെ മല കണ്ടോ? ആ മലയുടെ അടിവാരത്താണ് നമ്മളിപ്പോൾ പോകുന്ന ടണൽ. ഇനിയിപ്പോൾ നമുക്ക് അധിക ദൂരമില്ല ടണലിൻ്റെ അടുത്തെത്താൻ. ഈ കാണുന്നതാണ് റാവ്ന കേവിൻ്റെ ഫ്രണ്ട് ഏരിയ. ഇവിടെ തന്നെ പാർക്കിംഗ് സൗകര്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൂറിസ്റ്റുകൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരുപാട് സുവനിയർ ഷോപ്പുകൾ ഇവിടെ കാണാം. ടണലിൻ്റെ മിസ്റ്ററി വിവരിക്കുന്ന ബുക്കുകളും ചില കടകളിൽ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. ആ കാണുന്ന ഷോപ്പ് കണ്ടോ? കാട്ടുമൃഗങ്ങളുടെ തോലാണ് ആ തൂക്കിയിട്ടിരിക്കുന്നത്. ആ സ്ത്രീ ഉയർത്തിപ്പിടിക്കുന്നത് ചെന്നായയുടെ തോലാണ്. ഈ ബോർഡ് കണ്ടോ? ഈ കാണുന്ന വ്യക്തികളൊക്കെയാണ് ഈ ടണലിൻ്റെ പരിശോധനയ്ക്കായി എത്തിയ എക്സ്പെർട്ടുകൾ. അവരുടെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഇനി അകത്തേക്ക് കിടക്കാനുള്ള ടിക്കറ്റ് വാങ്ങാം. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അവർ പറഞ്ഞ അനുസരിച്ച് 20 മാർക്കിൻ്റെ ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്തേക്ക് നീങ്ങാം. കയറുന്നതിന് മുൻപായിട്ട് ബാഗുകളോ ഭക്ഷണങ്ങളോ മറ്റ് പെറ്റുകളോ നമ്മുടെ കയ്യിലില്ല എന്ന് അവർ ഉറപ്പുവരുത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പിരമിഡ് മലയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ബോർഡിൽ കൊടുത്തിരിക്കുന്നത് കാണാം. ഈ കാണുന്ന ഹെൽമെറ്റുകൾ കണ്ടോ? ഇതിട്ട് വേണം നമുക്ക് അകത്തേക്ക് കിടക്കാൻ. ഇവിടെ ആദ്യമായി സന്ദർശിക്കുന്ന ഏതൊരാളുടെ ഒപ്പവും ഇവിടുത്തെ ഗൈഡ് കൂടി ഉണ്ടാവും. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. ഇടുങ്ങിയ ഇരുണ്ട ടണലിലൂടെ തലമുട്ടാതിരിക്കാനാണ് ഹെൽമെറ്റ് ധരിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി ഗൈഡ് നമ്മൾ നിൽക്കുന്ന പോയിന്റും അതിന്റെ പ്രത്യേകതകളും ഈ കാണുന്ന ചാർട്ടിലൂടെ വിവരിക്കുകയാണ്. ടണൽ ഒരു 20 മീറ്ററോളം ഉള്ളിലേക്കാണെന്നും നേരത്തെ നമ്മൾ കണ്ട പിരമിഡ് മലയുമായി 3.5 കിലോമീറ്ററോളം അകലമുണ്ടെന്നുമാണ് ഈ ചാർട്ടിലൂടെ അവർ വിവരിക്കുന്നത്. ടണൽ ഭൂമിക്ക് അടിയിലാണെങ്കിലും ശുദ്ധമായ ഓക്സിജനും നെഗറ്റീവ് അയൺ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ സമൃദ്ധമായ അന്തരീക്ഷമാണത്ര ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ നിരവധി സന്ദർശകർക്ക് ശാരീരികവും മാനസികവുമായ രോഗശാന്തി ഇവിടുന്ന് ലഭിക്കുന്നു എന്നാണ് ഇവരുടെ വിശ്വാസം. ടണൽ മുഴുവനിലും കാണപ്പെടുന്ന സാൻഡാണ് ഇവരിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കൃത്യമായ സ്റ്റഡീസുകൾ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളുണ്ടത്രേ. കാരണം ഈ മണ്ണിൽ ക്വാർട്സ് ഉൾപ്പെടെ എണ്ണമറ്റ മിനറലുകൾ ഉൾക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത് പ്രകൃതിദത്ത ഊർജ നിലയങ്ങൾ നിലനിർത്താൻ സഹായിക്കുന്നുവത്രേ. ഇനി ചെന്ന് എത്തി നിൽക്കുന്നത് ഇവിടുത്തെ അത്ഭുത ശിലകളിലൊന്നായ എഗ് ഷേപ്ഡ് സെറാമിക് ബ്ലോക്കിന്റെ അടുത്താണ്. ഇതിന്റെ ഷേപ്പിന് പോലും ഓരോ അർത്ഥമുണ്ട്. ശില വിരൽ ചൂണ്ടുന്നത് അടുത്ത ടണലിന്റെ കവാടത്തിലേക്കാണ് എന്നാണ് ഇവരുടെ വിശ്വാസം. ഇലക്ട്രോ മാഗ്നറ്റിസവും അൾട്രാസൗണ്ട് ശക്തിയും ഇതിൽ നിന്ന് പ്രവഹിക്കുമത്രേ. ഇവിടെ വരുന്നവർ ഇതിന്മേൽ കൈവയ്ക്കുകയും മെഡിറ്റേഷൻ ചെയ്യുകയും പതിവാണ്. മുന്നോട്ട് പോകുമ്പോൾ താഴെയായി കാണുന്ന ഈ കല്ല് കണ്ടോ? ഈ കല്ലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പലതരം ലിപികൾ ഇതിനകത്ത് കൊത്തിവെച്ചിട്ടുണ്ട്. 5000-ഓളം പഴക്കമുള്ള ലിപികളാണ് അവയെല്ലാം. ആ കല്ലിൽ കണ്ട ലിപിയുടെ ഫുൾ ഡീറ്റെയിൽ ആണ് ഇവിടെ ചുവരിൽ കാണിച്ചിരിക്കുന്നത്. പ്രോട്ടോ റൂണിക് സിംബൽ എന്ന എഴുത്താണിത്. പുരാതന ജർമ്മനി ഗോത്രക്കാരുടെ ഭാഷയാണത്. ഈ ലിപിയെക്കുറിച്ചുള്ള അറിവ് കുറവായതിനാൽ കൃത്യമായ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടില്ലെങ്കിലും അതുല്യമായ സ്വർണത്തിനോ രത്നത്തിനോ ലക്ഷ്യമിട്ടാവാം എന്ന വിശ്വാസമാണ് ഇവിടുത്തുകാർക്ക്. ഗൈഡ് പറഞ്ഞ അനുസരിച്ച് 20ഓളം സിംബലോട് കൂടിയ ഈ ലിപിയിൽ 8 എണ്ണം മാത്രമേ വായിക്കാനായിട്ടുള്ളൂ. എങ്കിലും റൈറ്റിലും ലെഫ്റ്റിലും ഡയഗണലിലും ഒക്കെ ആയി 6 വിധേന ഇത് വായിക്കാനാവുമെന്നാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. ഓരോ സിംബലിനും ഓരോ അർത്ഥവുമുണ്ട്. അതിവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ടണലിന് മുന്നോട്ട് നീങ്ങുമ്പോഴെല്ലാം ഓരോ ജംഗ്ഷനിലും വെവ്വേറെ വഴികളായി ടണൽ തിരിഞ്ഞു പോകുന്നത് കാണാം. മെഡിറ്റേഷന് വേണ്ടിയാണ് കൂടുതൽ ആളുകൾ ഇവിടെ എത്തുന്നത് കൊണ്ട് ടണലിൽ തന്നെ സെപ്പറേറ്റ് മെഡിറ്റേഷൻ കോർണറുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗൈഡ് നമ്മളെ മുന്നോട്ട് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഉയരം കൂടിയും കുറഞ്ഞുമുള്ള ടണൽ നീണ്ടു കിടക്കുകയാണ്. ടണലിനുള്ളിലെ ചെറിയ ചെറിയ ലൈറ്റുകളുടെ സാന്നിധ്യം മാത്രമാണ് മുന്നോട്ടുള്ള വഴി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സന്ദർശകരുടെ സുരക്ഷയ്ക്കായി തടി കൊണ്ടുള്ള പ്രൊട്ടക്ഷൻ ഭൂരിഭാഗത്തും നിർമ്മിച്ചിരിക്കുന്നത് കാണാം. ചെന്നെത്തുന്നത് അടുത്ത ശിലയുടെ മുന്നിലേക്കാണ്. ഈ ശിലയുടെ പേരാണ് മേഗലിത്ത് കേവൺ. ഈ കല്ലിന് മുകളിലും പുരാതന കാലത്തുള്ള സൂക്ഷ്മരേഖകളും മറ്റും കാണാനാവും. മേഗലിത്ത് കേവൺ ശിലയുടെ തൊട്ടടുത്തായി തന്നെയുള്ള ഈ ടണലിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുത ശിലയാണ് അടുത്തത്.
എറ്റേണിറ്റി ശില. 8 ടൺ ഭാരമുള്ള ഈ കൂറ്റൻ ശില ഏറ്റവും പ്രാധാന്യമേറിയ ശിലയാണ്. ഈ ശിലയുടെ ഉൾഭാഗം പൊള്ളയാണ്. സ്കാനിങ്ങിലൂടെ അത് തെളിഞ്ഞതുമാണ്. കൂടാതെ ബയോ കമ്പാറ്റബിൾ എനർജി ഇത് പുറത്തുവിടുന്നത് വഴി രക്തസമ്മർദ്ദമുള്ളവർക്കും ശ്വാസകോശ അസുഖമുള്ളവർക്കും ആരോഗ്യം വീണ്ടു കിട്ടിയതെന്നുകൂടി ഗൈഡ് പറയുന്നു. അതിനായി തന്നെ ദിവസേന ഒരുപാട് പേർ ഇവിടെ മെഡിറ്റേഷനുമായി മറ്റും എത്താറുണ്ടത്രേ. കൂടാതെ ഈ ശിലയ്ക്ക് മുകളിൽ കൈ പിടിക്കുമ്പോൾ തരിപ്പോട് കൂടിയ ഒരു പ്രത്യേക സെൻസേഷൻ ഫീൽ ചെയ്യുമത്രേ. എന്നാൽ ഞങ്ങൾ വെച്ചപ്പോൾ ഒരു ചെറിയ ചൂടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. People feel warmth in the middle of their palm. Even though ceramic is cold, it's not logical. It's because our body can healing treatment. മുന്നോട്ട് നീങ്ങുമ്പോൾ തൊട്ടടുത്തായി കാണുന്നതാണ് ഈ ടണലിലെ ഏറ്റവും കൗതുകകരമായ ഒരു സ്ഥലം. നിലാവ് പോലെ തെളിഞ്ഞ് അങ്ങ് അകലെ കാണുന്ന എന്താണെന്നറിയോ? അതൊരു തടാകമാണ്. ഗൈഡ് പറഞ്ഞ അനുസരിച്ച് ഭൂഗർഭ തടാകത്തിന് മുകളിലായിട്ടാണ് ഈ ടണൽ സ്ഥിതി ചെയ്യുന്നത്. പഠനങ്ങളിൽ അങ്ങനെ പറയുന്നുണ്ടത്രേ. കൂടാതെ ഈ തടാകം മനുഷ്യനിർമ്മിതമല്ലാത്തതുകൊണ്ട് ടെമ്പറേച്ചർ 8 തൊട്ട് 12 ഡിഗ്രി വരെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വെള്ളത്തിൽ ബാക്ടീരിയകളെ കണ്ടെത്താനായില്ല. ഈ വെള്ളത്തിലും നിറയെ രോഗശാന്തി ലഭിച്ചവരുണ്ട് എന്നാണ് ഗൈഡ് പറയുന്നത്. ഈ ചെന്നെത്തുന്ന ഭാഗമാണ് 2013 കണ്ടെത്തിയ ന്യൂ ടണൽ സെക്ഷൻ. ഉറപ്പേറിയ ഈ ടണലിൽ നീരൊഴുക്കുണ്ട് എന്ന് സംബന്ധിച്ച ശാസ്ത്രീയ കാര്യങ്ങളാണ് ഇവിടെ ഗൈഡ് വിവരിക്കുന്നത്. അതിവിടെ ഡയഗ്രമാറ്റിക്കായിട്ട് പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. ഈ വെള്ള പേപ്പറിൽ കാണിച്ചിരിക്കുന്നത് പിരമിഡ് വാട്ടറിൽ നടത്തിയ ശാസ്ത്രീയ പഠനങ്ങളുടെ അവലോകനമാണ്. മെഡിറ്റേഷന് പേര് കേട്ട ഈ ടണലിൽ സന്ദർശകർക്ക് ഇവിടെ വരെയേ പ്രവേശനമുള്ളൂ. പലയിടത്തും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. എങ്കിലും പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ അംശം നമുക്ക് അവിടെയും കാണാനാവും. ആദ്യമായി ഈ ടണലിൽ വിസിറ്റ് ചെയ്യുന്നവർക്ക് പോലും തിരിച്ചു പോകാൻ കഴിയുന്ന രീതിയിൽ നന്നായി തന്നെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് സ്മൂത്തായി പുറത്തു കിടക്കാം. റാവ്നെ ടണൽ കണ്ടിറങ്ങിയാൽ തൊട്ടടുത്തായി കാണുന്ന റാവ്നെ പാർക്കാണിത്. 2016 ജൂൺ 18 ഔദ്യോഗികമായി തുറന്ന ഈ പാർക്ക് 100,000 ചതുരശ്ര മീറ്റർ വിശാലമാണ്. പണ്ട് കാടുകളും ചതുപ്പുമായിരുന്ന ഈ പ്രദേശം ഇപ്പോൾ പ്രകൃതിയും സംസ്കാരവും സംയോജിപ്പിച്ച് ഒരു മനോഹര വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പാർക്കിനോട് ചേർന്ന് നിൽക്കുന്ന മാജിക് ഫോറസ്റ്റാണിത്. ഇതൊരു വെറും കാടല്ല, പ്രകൃതിയുമായി ആഴത്തിൽ ഇഴുകിച്ചേരാനും മനസ്സിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും പറ്റിയൊരു സ്പോട്ടാണിത്. സരൈവോ യൂണിവേഴ്സിറ്റി ഫൈൻ ആർട്സ് അക്കാദമിയിലെ പ്രൊഫസർമാരും വിദ്യാർത്ഥികളും ചേർന്ന് നിർമ്മിച്ച ശില്പങ്ങളാണിവയെല്ലാം. ഈ കാണുന്നതാണ് ഇല്ലീരിയൻ രാജ്ഞിയായ ടിയൂറ്റയുടെ ശില്പം. ശക്തിയും ധൈര്യവുമുള്ള വനിതാ ഭരണാധികാരിയെയും പുരാതന ഇല്ലീരിയൻ സംസ്കാരത്തെയും പ്രതിനിധീകരിക്കുന്ന ഈ ശില്പത്തിന് പ്രാധാന്യമേറെയാണ്. ഈ കാണുന്ന ശില്പം മനസ്സിലായില്ലേ? ബോസ്നിയൻ കിങ്ങായ സ്റ്റീഫൻ ട്രിവാഡ്കോ വൺ കട്രോമാനിച്ചിന്റെ ശില്പമാണിത്. ആ കാണുന്ന വെളുത്ത ശില്പത്തിന്റെ പേരാണ് ഒന, അതായത് അവൾ എന്നാണ് അർത്ഥം. മുഖമില്ലാത്ത ഈ സ്ത്രീരൂപം എല്ലാ സ്ത്രീകളെയും പ്രതിനിധീകരിക്കുന്നു. ഹൃദയഭാഗം മുന്നോട്ട് നിൽക്കുന്നത് അവളുടെ സ്നേഹവും കരുണയുമാണെന്നാണ് അർത്ഥമാക്കുന്നത്. ആ കാണുന്ന സ്റ്റോൺ സർക്കിൾ കണ്ടോ? ഗൈഡ് പറഞ്ഞ അനുസരിച്ച് കല്ലുകൊണ്ടുള്ള 3 സമാന്തര വൃത്തങ്ങൾ ധ്യാനത്തിനും ആത്മപ്രവർത്തനങ്ങൾക്കും ഊർജ്ജ ശുദ്ധീകരണങ്ങൾക്കുമായി ഈ വൃത്തത്തിനുള്ളിൽ സഞ്ചാരികൾ സമയം ചെലവഴിക്കുമത്രേ. ഈ സർക്കിൾ പാർക്കിന്റെ പലയിടത്തും കാണാം. ഈ വിശാലമായ പാർക്കിൽ ആധുനിക കായിക സൗകര്യ സമുച്ചയം കൂടിയുണ്ട്. 2022 ജൂലൈ 13 ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ച് ഇനാഗ്രേറ്റ് ചെയ്തത്. ബാസ്കറ്റ് ബോൾ, ഫുട്ബോൾ, ബീച്ച് വോളിബോൾ, ചെസ് എന്നിവയ്ക്കുള്ള കോർട്ടുകൾ ഇവിടെ പലയിടത്തായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ കാണുന്ന 12 പില്ലേഴ്സിനുമുണ്ട് പ്രത്യേകത. തൂണുകൾ പിരമിഡുകളുടെ ആകൃതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇത്രയൊക്കെയാണ് റാവ്നെ പാർക്കിലുള്ളത്. ഇന്നത്തെ യാത്ര നമ്മൾ അവസാനിപ്പിക്കുകയാണ്.
ആ കാണുന്ന പിരമിഡ് മലയോട് ഇൻഡയറക്റ്റായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാമൻ്റെയും ടണലിൻ്റെയും പാർക്കിൻ്റെയും വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞാൻ കാത്തിരിക്കുന്നു. സൈനിങ് ഓഫ്.